നമ്മളെ മച്ചിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. മച്ചിൻ്റെ മേലേക്ക് കയറാനുള്ള വഴിയാണിത്. മച്ചിൻ്റെ മേലേക്ക് നമ്മൾ ഇതിലിങ്ങനെ കയറി പോകും. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഈ വീട് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ റൂം നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട്. ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയാം. 100 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് ഈ വീടിന്. അത്രയ്ക്കും മാത്രം പഴക്കമുണ്ട്. ഇത്ര ഇവിടെ പുറത്തേക്കുള്ള വാതിലാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ വീഴാൻ പോയി. ഇതിങ്ങനെ നിന്നിട്ട് ഇതെന്ത് സംഭവം? ഇത് പത്തായപ്പുര. ഇതെന്താ? പത്തായം തുറക്കാൻ പറ്റുമോ? ആ അത് അടിപൊളിയാണ്. മേലേക്കോ? ഓക്കെ എന്തോ ആണത്. അടിപൊളി വൈബ്. ഇത് നമ്മളെ പത്തായപ്പുര എന്തോ ആണ് കേട്ടോ. ഇത് അങ്ങോട്ട് വളച്ചെടുക്കാണ്. പണ്ട് നെല്ലിട്ട സ്ഥലമാണ് തോന്നുന്നത്. തന്നെയാണിത്. മുകളിൽ വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ താഴത്തേക്ക് എടുക്കുക. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് പത്തായപ്പുരയാണിത്. ഇതിലേക്ക് ഇങ്ങനെ കയറിക്കൂടെ? നമ്മളെ മണ്ണും കൊണ്ട് തേച്ചതാട്ടത്. അടിപൊളിയായിട്ട് തേച്ചിട്ടുണ്ട്. എങ്ങനെ പറയാ, അത്രയും ഭംഗിയാണ്. അതായത് ഇതിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു സിമെന്റ് തേച്ചിട്ടില്ല, ഫുള്ള് മണ്ണ് തന്നെയാണ്. പണ്ടത്തെ എല്ലാ സൗകര്യവും. ഇരുട്ടുണ്ടല്ലേ, ഇത് ഈ ജനൽ തുറന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഫ്ലാഷ് ഒന്ന് ഓഫായി കാണിച്ചു തരാം. അല്ലേ, ഇത്രത്തോളം ഇരുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. നല്ല അടിപൊളി വൈബ്. ഇപ്പം ഈ ഒരു സാധനം കൂടി വെച്ച് അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലാണ് പെട്ടുപോയ മാതിരിയാവും. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മച്ചൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇപ്പോൾ മേലേക്ക് നമുക്ക് കയറി കാണിച്ചു തരാം. ഓക്കെ, കട്ടില്. ഇതൊരു ഏരിയ, ഒരു സൈഡ് ഏരിയ, ഒരു ബാത്റൂം ഇവർ ഒറ്റയ്ക്കായത് കൊണ്ട് ഡോറൊന്നും വെച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു രാമേട്ടൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ താമസം. നല്ല എന്താ പറയുക, പഴമിങ്ങനെ കാണിച്ചു തരുന്ന അത്രയും ഭംഗിയിലാണിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡോറൊക്കെ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ തിരുകുറ്റിവാതിലായിരുന്നു ഇത്. പിന്നെ അത് മാറ്റിയിട്ട് പുതിയ മോഡല് നമ്മളെ സാധാ വിയൗരിയൊക്കെ വെച്ച് കൊടുത്തതാണ്. നമുക്ക് നമ്മളെ മച്ചിൻ്റെ മേലേക്ക് ഒന്ന് കയറി നോക്കാം. അല്ലേ, മച്ചിൻ്റെ മേലെ കയറുമ്പോഴാണ് അതിൻ്റെ വൈബ് ഉണ്ടാവുക. മുകളിലൊന്ന് കയറിയിട്ട് ഇതാണ് നമ്മളെ മേലത്തെ കാഴ്ച. അല്ലേ, മേലെ താഴത്തേക്കുള്ള ഇത് നമ്മളെ പഴയ ഡോറ് കേട്ടോ. ആഹാ, 2 ബെഡ്റൂം പോലെ തന്നെയാണ്. അതായത് പണ്ട് കുറേ ആൾക്കാർ താമസിച്ചിട്ടുണ്ടാവും ഈ വീട്ടിൽ. ഇതല്ലേ, നമ്മൾ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഉള്ള ഇതിപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ് എനിക്ക് തോന്നുന്നത് എൻ്റെ കറക്റ്റ് ഹൈറ്റാണ്. അതായത് 6.25 അടി ഹൈറ്റാണ് ഇതിലുള്ളത് മൊത്തത്തിൽ. പക്ഷേ ഇതിൽ നമുക്കൊന്ന് കടന്നുറങ്ങാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു വൈബ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പഴയ തറവാടിൽ താമസിക്കുക, അങ്ങനത്തെയൊക്കെ നമുക്ക് ഒരുപാട് താല്പര്യമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന വീട്
പഴമയുള്ള പോലത്തെ വീടാവണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയത്. ഇതിവിടെ ഇതൊക്കെ ഭയങ്കര ലോക്കായിട്ടുണ്ട്, ഭയങ്കര ജാമാണ്. ഇതേപോലെയുള്ള ഈ ഒരു പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത് നല്ല വൈബായില്ലേ. ഇത് നമ്മളെ വീട്ടിലും ചെയ്താൽ മതിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നല്ല രസമായിരുന്നു. ഇതാണ് നമ്മളെ താഴത്തേക്കുള്ള വ്യൂ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടുക്കള തുറക്കാം പുറത്തേക്കുള്ള വ്യൂ ആണിത്. നമുക്ക് അടുക്കള ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പുറത്തുനിന്ന് കൂട്ടി രാമേട്ടനെ സംസാരിക്കാനും ചെവിയും കേൾക്കുന്നില്ല. അതായത് പഴമ മൊത്തം കാണിക്കുന്ന രീതിയിലാണ് നമ്മളെ വീടിട്ടോ. കാരണം മിറ്റൊക്കെ നമ്മളെ പണ്ടത്തെ രീതിയിലുള്ള ഒരു സൈഡൊക്കെ കെട്ടി നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതായത് അത്രയും ഭംഗി തന്നെയാണ് നമ്മളെ വീട്. ഞാൻ ഇത് കൂടെ വഴി കൂടെ ഇങ്ങനെ വെറുതെ ബൈക്കിന് യാത്ര ചെയ്ത സമയത്ത് കണ്ടതാണ്. ഇനിയാണ് നമ്മളെ മെയിൻ ഏരിയ വരുന്നത്, അടുക്കള. ഈ അടുക്കളയാണ് ഇനി കാണിക്കുക. കുഴപ്പമില്ല, ഇത് തുറക്കാം. ഇങ്ങോട്ട് കയറി ഇതിൽ. രാമേട്ട ഇവിടെ ഈ ഭാഗത്ത് തുറന്നു തന്നാണ്. ബാത്റൂമൊക്കെ നമ്മൾ പഴയ ബാത്റൂം കേട്ടോ. പണ്ടുണ്ടായിരുന്ന ചെറിയ കുഞ്ഞി ബാത്റൂം. അത് ഇപ്പോഴത്തെ ഇതിൽ ഇങ്ങനത്തെ ബാത്റൂമൊക്കെ കുറേ പഴക്കം ചെന്ന പോലത്തെ മണ്ണിൻ്റെ അടുക്കളയാണ് കേട്ടോ. പക്ക മണ്ണാണ്. ഈ ഭാഗത്തൊക്കെ വെട്ടലുണ്ട്. ഇതേപോലത്തെ ഒരു അടുക്കളയാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് മണ്ണ് കൊണ്ട് തേച്ച ഒരു പഴയ അടുക്കള. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇത് നേരെ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഏരിയ കേട്ടോ. ആഹാ, പഴയ അടുക്കള. നമ്മളെ കാവ്യാണിത്. കാവി എനിക്ക് തോന്നുന്നു കുറേ കഴിഞ്ഞിട്ട് ഇട്ടതായിരിക്കും. പണ്ടത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു അടുക്കള. ഇത് എങ്ങനെ ഇതിൻ്റെ വർണ്ണിക്കണം എന്നറിയില്ല. കാരണം ഇതേപോലത്തെ അടുക്കളയാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹത്തിലുള്ളത്. പണ്ടത്തെ രീതിയിലുള്ള അടുക്കള ഇതല്ലേ. നമ്മൾ കുറച്ച് പുറത്തേക്ക് എടുക്കാനുള്ള പ്ലാനാണ് ഇത്. പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഒരു പഴയ രീതിയിലുള്ളൊരു അടുക്കള. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇതൊക്കെ പുതിയ വാതിലൊക്കെ കൊടുത്തതാണ്. ഇതിൻ്റെ മുൻപ് ഇതായിരുന്നില്ല ഇവിടെ വാതിൽ. ഇതല്ലേ നമ്മൾ വാതിലിങ്ങനെ തുറന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല മനോഹരമായ കാഴ്ച. നമ്മൾ അമ്മിത്തിണ്ടും കറിയും പഴയ രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അത് പഴയതല്ല, കുറച്ച് പുതിയ തന്നെയാണ്. നല്ല മനോഹരമായിട്ടൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതാണ് നമ്മുടെ രാമേട്ടൻ്റെ വീട്ടിലെ കാഴ്ചകൾ. ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്